ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളുടെ സെക്കൻഡ് ചാപ്റ്റർ അവസാനിപ്പിച്ചിട്ടാണ് നിർത്തിയത്. പുതിയൊരു ചാപ്റ്ററിലേക്കാണ് നമ്മൾ ഇപ്രാവശ്യം കടക്കുന്നത്. പുതിയ ചാപ്റ്ററിൻ്റെ പേര് റിപ്പോർട്ടിംഗ് പ്രാക്ടീസസ് എന്നുള്ളതാണ്. റിപ്പോർട്ടിംഗ് പ്രാക്ടീസസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം റിപ്പോർട്ടിംഗ് എങ്ങനെ ചെയ്യണം, ഏതൊക്കെ മേഖല ശ്രദ്ധിക്കണം, എങ്ങനെയാണ് ഒരു റിപ്പോർട്ടർ കാര്യങ്ങൾ കണ്ടെത്തുന്നത് എന്നുള്ളതാണ് ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ എങ്ങനെയാണ് നമുക്ക് വാർത്തകൾ കിട്ടുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് വാർത്ത ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ആ വാർത്തയായിട്ട് അതെങ്ങനെ മാറുന്നു എന്നുള്ളതും അത് പിറ്റേ ദിവസത്തെ പത്രത്തിൽ എങ്ങനെ വരുന്നു എന്നുള്ളതുമാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ചാപ്റ്റർ 3 റിപ്പോർട്ടിംഗ് പ്രാക്ടീസസ്. A newspaper will have scores of reporters assigned with the responsibility of covering various events, issues, organizations and celebrities, etc. Thus, senior, mid-level, junior and trainee reporters are entrusted with the task of writing regular reports from various areas on a daily basis. Reporting in general takes 3 forms. ഇപ്പോൾ ഒരു പത്രത്തെ സംബന്ധിച്ചിടത്തോളം, ഒരു മാധ്യമ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം 3 തരം റിപ്പോർട്ടിംഗ് അല്ലെങ്കിൽ 3 മേഖലകളിലായിട്ടാണ് റിപ്പോർട്ടിങ്ങിനെ തരംതിരിച്ചിരിക്കുന്നത്. ആ 3 മേഖലയിൽ നിന്നും നമുക്ക് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് കളക്ട് ചെയ്ത് കൊണ്ടുവരാൻ അസൈൻ ചെയ്യപ്പെട്ടിട്ടുള്ള റിപ്പോർട്ടേഴ്സ് ഉണ്ടായിരിക്കും. അവർ ആ മേഖലയിലേക്കായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുകയായിരിക്കും. നമ്മൾ ന്യൂസ് എഡിറ്ററുടെ ഉത്തരവാദിത്തം പറഞ്ഞ സമയത്ത് നമ്മളത് പറഞ്ഞിട്ടുള്ളതാണ്. ന്യൂസ് എഡിറ്ററാണ് ഓരോരുത്തരെയും ഓരോ വിഭാഗങ്ങളിലേക്കായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ അവർ വാർത്തകൾ കണ്ടെത്തി വരുന്നു, അതിൽ നിന്ന് സബ് എഡിറ്റേഴ്സ് ആവശ്യമുള്ളത് കളക്ട് ചെയ്യുന്നു. അപ്പോൾ ഈ തരത്തിൽ എന്തൊക്കെ വേണം, എങ്ങനെയൊക്കെ വേണം എന്നുള്ളത് തീരുമാനിക്കുകയും അതിനെ 3 രീതിയിലേക്ക് തരംതിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തേത് ജനറൽ അസൈൻമെൻറ്റ് റിപ്പോർട്ടിംഗ് ആണ്. സാധാരണ റിപ്പോർട്ടുകൾ, പല സ്ഥലത്തു നിന്നും കിട്ടുന്ന കളക്ട് ചെയ്യപ്പെടുന്ന റിപ്പോർട്ടുകൾ. പിന്നുള്ളത് ബീറ്റ് റിപ്പോർട്ടിംഗ് ആണ്. ബീറ്റ് ചിലപ്പോൾ സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിരിക്കാം, ചിലപ്പോൾ പ്ലേസ് ഓറിയൻറ്റഡ് ആയിരിക്കാം, ചിലപ്പോൾ ഒരു എക്സ്പെരിമെൻ്റൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ബീറ്റുകൾ ചിലപ്പോൾ കിട്ടാറുണ്ട്, ചിലപ്പോൾ ഇഷ്യൂവിനെ ബേസ് ചെയ്തിട്ട് ബീറ്റ് കിട്ടാറുണ്ട്. ആ ബീറ്റ് എന്താണെന്നൊക്കെ നമ്മൾ അടുത്തതിൽ പറയും. മൂന്നാമത്തേത് സ്പെഷ്യാലിറ്റി റിപ്പോർട്ടിംഗ് ആണ്. സ്പെഷ്യാലിറ്റി എന്താണെന്നുള്ളത് നമ്മൾ പറയും. പിന്നെ ചില റിപ്പോർട്ടിംഗ് സ്റ്റൈലുകളുണ്ട്, പക്ഷെ അത് ഈ ഫോർമാറ്റുകളിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് പറയാൻ പറ്റില്ല. ഇതിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള ഓൺ ദി സ്പോട്ട് റിപ്പോർട്ടിംഗ് ഉണ്ട്, ആംചെയർ റിപ്പോർട്ടിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ഇൻ്റർപ്രിറ്റേറ്റീവ് റിപ്പോർട്ടിംഗ് ഉണ്ട്, ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടിംഗ് ഉണ്ട്, ക്രൈം റിപ്പോർട്ടിംഗ് ഉണ്ട്, സ്റ്റിംഗ് ഓപ്പറേഷൻ ഉണ്ട്. അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ചില രീതികളുണ്ട്. പക്ഷെ അതൊക്കെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ 3 ഡിവിഷൻ്റെയും കീഴിൽ വരുന്നതാണ്. ജനറൽ, സ്പെഷ്യാലിറ്റി, ബീറ്റ് റിപ്പോർട്ടിങ്ങിൻ്റെ കീഴിൽ വരുന്ന ഉപവിഭാഗങ്ങളായിട്ടാണ് അതിനെ കണക്കാക്കുന്നത്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ഈ 3 റിപ്പോർട്ടിംഗ് ആണ്. ജനറൽ അസൈൻമെൻറ്റ് റിപ്പോർട്ടിംഗ് എന്താണെന്നും, ബീറ്റ് റിപ്പോർട്ടിംഗ് എന്താണെന്നും, മൂന്നാമത്തേത് സ്പെഷ്യാലിറ്റി റിപ്പോർട്ടിംഗ് എന്ന് വെച്ചാൽ എന്താണെന്നുമാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള 3 കാര്യങ്ങളാണ്. നിങ്ങളത് എന്താണെന്ന് അതിൻ്റെ വ്യത്യാസം ഒന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രം മതി. ജനറൽ അസൈൻമെൻറ്റ് റിപ്പോർട്ടിംഗ്. ജനറൽ അസൈൻമെൻറ്റ് റിപ്പോർട്ടേഴ്സ് കവർ ബ്രേക്കിംഗ് ന്യൂസ് ഓർ ഫ്യൂച്ചർ സ്റ്റോറി as events and issues unfold. The editor or the bureau chief of a particular edition directly assign these stories. ഏതെങ്കിലും ഒരു ബ്രേക്കിംഗ് ന്യൂസ് ഉണ്ടായാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫീച്ചർ സ്റ്റോറി ചെയ്യേണ്ട ഒരു ആവശ്യം വന്നാൽ, ഒരു കാര്യത്തെക്കുറിച്ച് ഗംഭീരമായിട്ടുള്ള സ്റ്റഡി നടത്തി അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ഫീച്ചർ തയ്യാറാക്കേണ്ട ആവശ്യം വന്നു, അവിടെ ഒരാൾ അതിന് വേണ്ടിയിട്ട് അസൈൻ ചെയ്ത് കൊടുക്കും. നീ ഇന്ന സ്ഥലത്തേക്ക് പോവുക, അവിടെ ചെന്നിട്ട് ഈ ഇൻസിഡൻറ്റിനെ കുറിച്ചിട്ടുള്ള A to Z ഡീറ്റെയിൽസുമായിട്ട് തിരിച്ചു വരും.
അതിനെ റിപ്പോർട്ടാക്കി മാറ്റും. ഇതാണ് ജനറൽ അസൈൻമെൻറ്റ് എന്ന് പറയുന്നത്. ആ സമയത്തെ നമുക്ക് ചിലപ്പോൾ പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അത്രയും സ്കിൽഡ് ആയിട്ടുള്ള റിപ്പോർട്ടർ ആയിരിക്കണം അയാൾ. കാരണം ഒരു ഇൻസിഡൻറ്റ് നടന്നു, അപ്പം തന്നെ അയാൾ അത് റിപ്പോർട്ട് ചെയ്യാനായിട്ട് വിടുമ്പോൾ അയാൾക്ക് ഏതു തരത്തിലുള്ള വാർത്തയാണെങ്കിലും അതുമായിട്ട് ജെല്ലായി പോവാനും അദ്ദേഹത്തിന് അതിൻ്റെ ഒപ്പം സഞ്ചരിക്കാനുള്ള രീതിയിലേക്ക് മാറാൻ കഴിവുള്ള വ്യക്തിയായിരിക്കണം. അത് ഞാൻ ഇന്ന രീതിയിലുള്ള റിപ്പോർട്ട് മാത്രമേ ചെയ്യുള്ളൂ, എനിക്ക് സ്പോർട്സ് മാത്രമേ പറ്റുള്ളൂ, ഞാൻ വേറെ ഒരു മേഖലയും കൈകടത്തില്ല, അങ്ങനെയൊന്നും വാശി പിടിക്കാൻ നമുക്കിവിടെ അങ്ങനത്തെ ഒരു നിർബന്ധ ബുദ്ധിക്ക് ഇവിടെ പ്രാധാന്യമില്ല. നിങ്ങൾ ഏതാണോ ജനറൽ അസൈൻമെൻറ്റായിട്ട് നിങ്ങൾക്ക് ഏൽപ്പിച്ച് തരുന്നത് ആ അസൈൻമെൻറ്റ് ഏറ്റെടുക്കാൻ നിങ്ങൾ ആ സമയത്ത് തയ്യാറായിരിക്കണം. അത് ചിലപ്പോൾ നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത വിഷയമായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾക്ക് ഒട്ടും അറിയാത്തൊരു മേഖലയായിരിക്കാം. പക്ഷെ അതൊന്നും ഇവിടുത്തെ വിഷയമല്ല. ജനറൽ അസൈൻമെൻറ്റായിട്ട് അത് പെട്ടെന്ന് കിട്ടുകയാണെങ്കിൽ അതപ്പം തന്നെ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് പറ്റണം. ദീസ് റിപ്പോർട്ട്സ് ആർ കവേർഡ് ഫ്രം ദി സ്പോട്ട് where the event take place. For example, a flash strike by private bus workers, a police lathi charge on student picketing, the roads or the political murder. അപ്പോൾ പെട്ടെന്നായിരിക്കും ഇത്തരത്തിലുള്ള വാർത്തകൾ കിട്ടും. ഇപ്പോൾ മിന്നൽ പണിമുടക്ക് നടത്തി ബസ് തൊഴിലാളിയെ യാത്രക്കാരൻ മർദ്ദിച്ചതിൻ്റെ പേരിൽ ബസ് തൊഴിലാളി യൂണിയൻ്റെ മിന്നൽ പണിമുടക്ക്. ഇങ്ങനൊരു വാർത്ത കിട്ടിക്കഴിയുമ്പോൾ നമ്മളപ്പോൾ തന്നെ നമ്മുടെ റിപ്പോർട്ടർ വിടും, ആ സ്റ്റാൻഡിൽ പോവുക, അവിടെ പോയിട്ട് എന്താ ഉണ്ടായെന്ന് അന്വേഷിക്കുക, അവിടെ നിന്ന് കിട്ടാവുന്ന വിവരങ്ങൾ കളക്ട് ചെയ്യുക, എന്താണ് യഥാർത്ഥ സംഭവം, ആരുടെ ഭാഗത്താണ് ന്യായമുള്ളത്, ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എത്രത്തോളമാണ്, ഇത്തരത്തിലൊരു അപ്രതീക്ഷിതമായിട്ടുള്ള പണിമുടക്ക് സംഭവിച്ചപ്പോൾ ജനങ്ങളുടെ പ്രതികരണം എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കി അതിൻ്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാനാണ് ഈ പറയുന്ന ജനറൽ അസൈൻമെൻ്റ് എന്ന് പറയുന്നത്. ദി ജനറൽ അസൈൻമെൻറ്റ് റിപ്പോർട്ടേഴ്സ് ഷുഡ് ബി ക്വിക്ക് റൈറ്റേഴ്സ്, ഞാൻ പറഞ്ഞു നിർത്തിയുള്ളൂ, ആൻഡ് ദേ ഷുഡ് ഹാവ് തറോ നോളേജ് ഓഫ് ദ പ്ലേസ് ആൻഡ് ദി കമ്മ്യൂണിറ്റി. ദേ മസ്റ്റ് നോ വാട്ട് ഈസ് ഗോയിങ് ഓൺ and who are the main players of a locality to prepare the complete news story. ക്യുക്കായിരിക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. കാരണം അയാൾക്ക് പെട്ടെന്ന് എല്ലാ വാർത്തകളുമായിട്ട് ചെല്ലാവാൻ പറ്റണം. ആ ഒരു വട്ടം കിട്ടുന്നത് മർഡർ ആണെങ്കിൽ മറ്റേ വട്ടം കിട്ടുന്നത് ബസ് സ്ട്രൈക്കാണ്, പിന്നെ കിട്ടുന്നത് ലാത്തി ചാർജാണ്, പിന്നെ കിട്ടുന്നത് ഒരു പ്രസ് കോൺഫറൻസ് ആണ്. ഒരു വിവാദപരമായിട്ടുള്ള കോൺഫറൻസ് നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഇഷ്യൂ കവർ ചെയ്യാൻ പോകണം. അപ്പോൾ വാർത്തകൾ ഡിപ്പെൻഡ്സ് ഓൺ ദി ടൈം ആൻഡ് സർക്കംസ്റ്റാൻസസ് ആണ്. സാഹചര്യവും സമയവുമാണ് നമ്മളുടെ ന്യൂസ് റിപ്പോർട്ടിങ്ങിനെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അപ്പം ഞാൻ തയ്യാറായിരിക്കണം, ഏത് തരം വന്നാലും എപ്പോൾ പോകേണ്ടി വന്നാലും എത്ര ടൈം എടുത്താലും എന്തിനും ഞാൻ തയ്യാറായിരിക്കണം. അങ്ങനെയുള്ള ആളുകളെ മാത്രമേ ജനറൽ അസൈൻമെൻ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് ഇടുകയുള്ളൂ. അത്രയും ഇഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ ആ മേഖലയിൽ തുടർന്ന് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. രണ്ടാമത്തേത് ബീറ്റ് റിപ്പോർട്ടിംഗ് ആണ്. ബീറ്റ് റിപ്പോർട്ടേഴ്സ് കവർ ന്യൂസ് ആൻഡ് ഫീച്ചേഴ്സ് ഇൻ എ സ്പെസിഫിക് ജിയോഗ്രഫിക് ഓർ സബ്ജക്റ്റ് ഏരിയ സച്ച് ആസ് പോലീസ് സ്റ്റേഷൻ, മുൻസിഫ് ആൻഡ് ഡിസ്ട്രിക്ട് കോർട്ട്, യൂണിവേഴ്സിറ്റി, ലോക്കൽ ബോഡീസ്, പൊളിറ്റിക്കൽ പാർട്ടീസ്. നിങ്ങൾക്കൊരു സ്പോട്ട് തരും, സ്പെസിഫിക് സ്പോട്ട്. അവിടെ ബ്രേക്കിംഗ് ആണെങ്കിലും ബ്രേക്കിംഗ് അല്ലെങ്കിലും അവിടുത്തെ എല്ലാം കവർ ചെയ്ത് പോകണം. ഇപ്പോൾ എനിക്ക് കിട്ടിയത് യൂണിവേഴ്സിറ്റി ആണെന്ന് വിചാരിക്കും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ് എൻ്റെ ബീറ്റ് റിപ്പോർട്ടിങ്ങിന് എനിക്ക് തന്നിരിക്കുന്ന മേഖല. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലൊരു സമരം നടന്നാൽ ഞാനത് റിപ്പോർട്ട് ചെയ്യണം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ജീവനക്കാരുടെ സമരമാണെങ്കിലും വിദ്യാർത്ഥികളുടെ സമരമാണെങ്കിലും ഞാനത് എഴുതണം. ബസ് തൊഴിലാളികളുമായിട്ട് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് ഉണ്ടാക്കിയ ഒരു ഇഷ്യൂ ആണെങ്കിൽ അത് ഞാൻ കവർ ചെയ്യണം. സമരത്തിനിടയിൽ പോലീസ് ലാത്തിചാർജ് നടത്തിയിട്ടുണ്ടെങ്കിൽ, യൂണിവേഴ്സിറ്റിയിലേക്ക് കടന്നു കയറിയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ റിപ്പോർട്ട് ചെയ്യണം. യൂണിവേഴ്സിറ്റിയിൽ വെള്ളത്തിൻ്റെ പ്രശ്നം, കറണ്ടിൻ്റെ പ്രശ്നം, ഹോസ്റ്റലിലെ മീൽസിൻ്റെ പ്രശ്നം, ഇങ്ങനെ തുടങ്ങി ഏത് തരത്തിലുള്ള ഇഷ്യൂ വന്നാലും ഞാനത് റിപ്പോർട്ട് ചെയ്യണം. കാരണം അത് എൻ്റെ ബീറ്റ് ഏരിയ ആണ്, എൻ്റെ ജിയോഗ്രഫിക്കൽ ഏരിയ ആണ്. ഒരു എക്സാം ഡിക്ലെയർ ചെയ്താൽ, എക്സാം നടത്തിപ്പിനെ കുറിച്ചുള്ള സർക്കുലർ വന്നാൽ, പരീക്ഷ നടത്തിപ്പിന് വേണ്ട കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്താൽ, ഏതെങ്കിലും പരീക്ഷയുടെ ഫലം പ്രഖ്യാപിച്ചാൽ, ഏതെങ്കിലും ഒരു പരീക്ഷ നീട്ടിവെച്ചാൽ, പരീക്ഷ മാറ്റിവെച്ചാൽ, പരീക്ഷകൾ പുനർക്രമീകരിച്ചാൽ,
ഇങ്ങനെ തുടങ്ങി യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്ന A to Z കാര്യങ്ങൾ അതിൻ്റെ ഉത്തരവാദിത്വമാണ്. ഒരെണ്ണം പോലും മിസ്സാവാതെ ആ ഏരിയയിലുള്ള സകല കാര്യങ്ങളും കണ്ടെത്തി റിപ്പോർട്ടാക്കി മാധ്യമത്തിന് എത്തിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഞാനെന്ന ബീറ്റ് റിപ്പോർട്ടർക്കാണ്. ഇതുപോലെ തന്നെയാണ് ഒരു പോലീസ് സ്റ്റേഷൻ ഏരിയ കൊടുത്തു കഴിഞ്ഞാൽ ആ പോലീസ് സ്റ്റേഷനിൽ എത്ര കേസുകൾ ചാർജ് ചെയ്തു? പീഡന കേസുകൾ, വാഹനമോഷണ കേസുകൾ, ഭണ്ഡാരം കുത്തിപ്പൊളിച്ച കേസുകൾ, തൊഴിലധിഷ്ഠിതമായിട്ടുള്ള തർക്കങ്ങൾ, മറ്റ് ക്രിമിനൽ ഒഫൻസുകൾ എല്ലാം ഞാൻ റിപ്പോർട്ട് ചെയ്യണം. കോടതിയിൽ പോയി കഴിഞ്ഞാൽ ഒരു ദിവസം തന്നെ 50, 60, 70 കേസുകൾ വരെ വിളിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ഇത്ര കേസുകൾ ഇന്ന് കോടതി പരിഗണിച്ചു, അല്ലെങ്കിൽ അതിൽ ശ്രദ്ധേയമായിട്ടുള്ള ഏതെങ്കിലും കേസുകളുണ്ടെങ്കിൽ അത് ഞാൻ പ്രത്യേകമായിട്ട് റിപ്പോർട്ട് ചെയ്യണം. വെള്ളമടിച്ച് വാഹനം ഓടിച്ചതിന് പോലീസ് തടഞ്ഞ് പിടിച്ച വ്യക്തിക്ക് കോടതി 2 ലക്ഷം രൂപ പിഴ ചുമത്തി. കാരണം ചോദ്യം ചെയ്ത പോലീസുകാരനെ ആക്രമിച്ചു, അല്ലെങ്കിൽ പോലീസിൻ്റെ വാഹനത്തെ ആക്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേസെങ്കിൽ ചിലപ്പോൾ വലിയ തുക ഈടാക്കേണ്ടി വരും, അല്ലെങ്കിൽ 5000 രൂപ ഫൈൻ അടച്ച അയാൾക്ക് പോകാൻ പറ്റുമായിരിക്കും. അപ്പം അതൊരു പ്രത്യേകതയുള്ള കേസാണ്. സാധാരണഗതിയിൽ വെള്ളം അടിച്ച് വണ്ടി ഓടിച്ചതിന് പിടിച്ചു കഴിഞ്ഞാൽ ഒരു 5000 രൂപ ഫൈൻ അടയ്ക്കേണ്ടി വരും. ചിലപ്പോൾ ലൈസൻസ് ഒരു 6 മാസത്തേക്ക് കട്ടാവും. അതിൽ കൂടുതൽ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അതിനെന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കുമല്ലോ കോടതി അത്രയും വലിയൊരു ശിക്ഷ വിധിച്ചിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഹെൽമെറ്റ് ധരിക്കാതെ യാത്ര ചെയ്ത വ്യക്തിയെ കോടതി പിരിയും വരെ വരാന്തയിൽ നിൽക്കാനായിട്ടുള്ള ശിക്ഷ വിധിച്ചു. പ്രത്യേകതയല്ലേ? നല്ല സുഖമാണ് കോടതിയുടെ വരാന്തയിൽ ഇങ്ങനെ നിൽക്കുക, ഒരു സ്ഥലത്തേക്ക് പോകാൻ പറ്റാണ്. 6-7 മണിക്കൂർ കോടതി ഉണ്ടെങ്കിൽ അത്രയും നേരം നിൽക്കുക. അനുസരിച്ചില്ലെങ്കിലോ പോലീസ് എവിടെയായാലും പൊക്കും, അപ്പം തന്നെ വാറണ്ടി ഇഷ്യൂ ചെയ്യും, പിന്നെ ജയിലിൽ പോയി കിടക്കേണ്ടി വരും. അപ്പം തോന്നും ഒരു 4 മണിക്കൂർ ആ കോടതിയുടെ അവിടെ നിന്നാലും കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ബീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ആ ബീറ്റിലേക്ക് പോയാൽ മതി. നമ്മുടെ ജിയോഗ്രഫിക്കൽ ഏരിയ ഏതാണോ അവിടെ പോവുക, അവിടുത്തെ എല്ലാ വാർത്തകളും കളക്ട് ചെയ്യുക, ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ അവിടുത്തെ കളക്ട് ചെയ്ത വാർത്തകളുമായിട്ട് തിരിച്ചെത്തുക. ദീസ് റിപ്പോർട്ടേഴ്സ് കം അപ്പ് വിത്ത് ദെയർ ഓൺ സ്റ്റോറി ഐഡിയാസ് based on the inputs they get from a number of resources that they maintain. They usually write at least one story on their beat. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നിങ്ങളുടെ ബീറ്റുമായിട്ട് ബേസ് ചെയ്തുകൊണ്ട് ഒരു വാർത്ത നിർബന്ധമായിട്ടും വരണം. ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയൊക്കെ കിട്ടിയ പ്രശ്നമില്ല. MBAയുടെ ഫലം പ്രഖ്യാപിച്ചു, മറ്റേ പരീക്ഷ ഇന്ന ഡേറ്റിന് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മാറ്റിവെച്ച ഇന്ന എക്സാമിൻ്റെ പുനർനിർണയിച്ച ഡേറ്റ് വന്നിട്ടുണ്ട്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞൊരു 100 കണക്കിന് വാർത്ത യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടും. പിന്നെ അവിടുത്തെ വിദ്യാർത്ഥികളും അധ്യാപകരും സംഘടനകളും തമ്മിലുണ്ടാവുന്ന വിഷയങ്ങളൊക്കെ വാർത്തയാക്കി മാറ്റാൻ പറ്റും. അതേസമയം ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി അന്ന് ആ പോലീസ് സ്റ്റേഷനിൽ വലിയ കേസോ കാര്യങ്ങളോ ഒന്നും വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും റിപ്പോർട്ടർ? മിനിമം ഒരു റിപ്പോർട്ടെങ്കിലും കൊടുക്കണം ബീറ്റിനെ ബേസ് ചെയ്തിട്ട്. അപ്പോഴാണ് വളരെ ലോക്കലൈസ് ചെയ്ത് താഴോട്ട് വരും. ഇന്ന് വാഹന പരിശോധനയുടെ ഭാഗമായിട്ട് ഒല്ലൂർ പോലീസ് സ്റ്റേഷനിൽ 32 കേസുകൾ ചാർജ് ചെയ്തു. 18 ഹെൽമെറ്റ് ഇല്ലാതെ യാത്ര ചെയ്തതിനും 6 കേസുകൾ വാഹനത്തിൻ്റെ സംബന്ധമായിട്ട് രേഖകൾ ഹാജരാക്കാത്തതിൻ്റെ പേരിലും 3 പേർ ലൈസൻസിന് പ്രായപൂർത്തിയാകാതെ വാഹനം ഓടിച്ച് പിടിയിലായവരുമുണ്ട്. ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചവരുടെ പാരൻസിനെ വിളിച്ചു വരുത്തി ഇത്ര രൂപ പിഴയടപ്പിച്ച ശേഷം പ്രായപൂർത്തിയാകാത്ത ഡ്രൈവേഴ്സിനെ അവരുടെ കൂടെ പറഞ്ഞയച്ചു. ഇങ്ങനെയെങ്കിലും ക്രിയേറ്റ് ചെയ്ത് ഒരു ബോക്സ് ന്യൂസാക്കി മാറ്റിയിട്ട് എനിക്ക് എൻ്റെ സ്ഥാപനത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റുള്ളൂ, പത്രസ്ഥാപനത്തിലേക്ക്. കാരണം എനിക്കൊരു ബീറ്റ് തന്നിട്ടുണ്ടായിരുന്നു, ആ ബീറ്റിൽ നിന്ന് ഒരു റിപ്പോർട്ടെങ്കിലും മിനിമം വരണ്ടേ. കാരണം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, 6 ബീറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ 6 റിപ്പോർട്ട് എന്തായാലും വരുന്നു നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാണ്. ആ സമയത്താണ് ഞാൻ പറയുന്നത് എൻ്റെ ബീറ്റിൽ ഒന്നും ഉണ്ടായില്ലെന്ന്. ചിലപ്പോൾ ഞാൻ അങ്ങോട്ട് പോയിട്ടും കൂടി ഉണ്ടാവില്ലേ. അപ്പോൾ നമ്മളുടെ ഹോൾഡും ഇൻഫ്ലുവൻസും വെച്ച് നമുക്ക് ആ പർട്ടിക്കുലർ ബീറ്റിൽ നിന്ന് കളക്ട് ചെയ്യാവുന്ന അത്രയും വാർത്തകൾ കളക്ട് ചെയ്തിട്ട് വേണം നമ്മൾ വരാനായിട്ട്.
Beats are one of the best method to catch major news stories. This practice has become an accepted method all over the world. ഇത് ലോകത്ത് മുഴുവൻ അംഗീകരിക്കപ്പെടുന്ന രീതിയാണ് റിപ്പോർട്ടേഴ്സിനെ ബീറ്റുകളായിട്ട് തിരിച്ച് ഓരോ റിപ്പോർട്ടേഴ്സിനും ഓരോ ബീറ്റ് കൊടുത്തേച്ച് അവർ അവിടെ നിന്ന് വാർത്തകൾ കളക്ട് ചെയ്ത് അതിൽ നല്ല പ്രാധാന്യമുള്ളവ സെലക്ട് ചെയ്യുന്ന രീതി എൻറ്റയർ വേൾഡ് എല്ലായിടത്തും നടക്കുന്ന രീതി തന്നെയാണ്. എ പേഴ്സൺ അസൈൻഡ് വിത്ത് എ ബീറ്റ് ഈസ് മീഡിയ ഓർഗനൈസേഷൻസ് പ്രൈമറി സോഴ്സ് ഓഫ് ന്യൂസ് ഫ്രം ദാറ്റ് ഏരിയ. അതാണ് ഞാൻ പറഞ്ഞത്. മീഡിയയെ സംബന്ധിച്ചിടത്തോളം ബീറ്റ് റിപ്പോർട്ടേഴ്സ് എത്ര പേര് പോയിട്ടുണ്ടോ അത്രയും വാർത്തയെങ്കിലും മിനിമം വരും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനിലാണ് അവരിയ്ക്കുന്നത്. വാർത്ത അവർക്ക് കുറവ് വരില്ല, എങ്കിലും ഓരോ ബീറ്റിൽ നിന്നും ഓരോ വാർത്ത വീതമെങ്കിലും വരുമെന്നുള്ളത് അവർക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സ്പേസ് അവരെപ്പോഴും മാറ്റിയിട്ടിട്ടായിരിക്കും കാര്യങ്ങൾ ചെയ്യുക. ബീറ്റ് റിപ്പോർട്ടിംഗ് അക്കോർഡിംഗ് ടു ആൽഫ്രഡ് ലോറൻസ് and John Vivian goes back to the pioneering editors of New York Herald in the 1830s. The editor assigned reporters to cover the police, court, and other sources of news regularly. Consequently, the Herald would not miss any major news events. അപ്പോൾ ഈ പറയുന്ന ന്യൂയോർക്ക് ഹെറാൾഡിൽ വർക്ക് ചെയ്തിരുന്ന രണ്ട് പേരുടെ അഭിപ്രായമാണ് ഞങ്ങളെപ്പോഴും പോലീസ് സ്റ്റേഷൻ, കോർട്ട് മുതലായിട്ടുള്ള സോഴ്സുകളിലേക്കൊക്കെ റെഗുലർ ബേസിസിൽ ആൾക്കാരെ അയക്കാറുണ്ട് ബീറ്റ് റിപ്പോർട്ടിങ്ങിന് വേണ്ടി. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എപ്പോഴും മേജർ ന്യൂസുകളൊന്നും തന്നെ മിസ്സാവാറില്ല. കാരണം എല്ലാത്തിനെയും ഓരോ ബീറ്റായിട്ട് തിരിച്ച് ഞങ്ങൾ ആ മേഖലയിലേക്ക് ആളെ വിട്ടിട്ടുണ്ട്. അതുകൊണ്ട് നടക്കാൻ എന്തെങ്കിലും ഒരു സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ഇവൻ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ ബീറ്റ് റിപ്പോർട്ടർ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യും. അപ്പം ഞങ്ങൾക്ക് ഒറ്റ വാർത്തയും മിസ്സാകാറില്ല എന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ബീറ്റ് റിപ്പോർട്ടർ ടു ലെറ്റ് ഹിസ് ഓർ ഹെർ ന്യൂസ് ഓർഗനൈസേഷൻ നോ വെൻ എവർ ദർ ഈസ് എ ന്യൂസ് ബ്രേക്ക് ഇൻ ദി ബീറ്റ്. The newspaper heavily depend upon the beat reporters. As a result, the reporters cannot afford to miss a story. അതും ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഒരു ന്യൂസ് പേപ്പറിനെ സംബന്ധിച്ചിടത്തോളം, ഏതൊരു മാധ്യമത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് വിളിക്കാവുന്ന അവരുടെ ന്യൂസ് സോഴ്സ് എന്ന് പറയുന്നത് അവരുടെ ബീറ്റ് റിപ്പോർട്ടേഴ്സാണ്. അതുകൊണ്ട് തന്നെ ബീറ്റ് റിപ്പോർട്ടേഴ്സിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവരിൽ നിന്ന് കിട്ടുന്ന ഇൻഫോർമേഷൻ സോഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട് പത്രസ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരുന്ന പല കമ്പനികളുമുണ്ട്. അപ്പോൾ അവർക്കൊരു ദിവസം ഈ ബീറ്റിൽ നിന്ന് പർട്ടിക്കുലറായിട്ടൊരു ബീറ്റ് കൊണ്ടുവരാൻ അല്ലെങ്കിൽ ഒരു ന്യൂസ് കൊണ്ടുവരാൻ ബീറ്റ് റിപ്പോർട്ടർക്ക് കഴിഞ്ഞില്ലെങ്കിൽ അവരുടെ അത്രയും സ്പേസ് അവിടെ ബാലൻസ് ചെയ്യാനായിട്ട് പറ്റാതെ വരും. മാത്രമല്ല, ഇപ്പോൾ പ്രത്യേകിച്ച് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പോലൊരു ബീറ്റ് എനിക്ക് കിട്ടിയെന്ന് വിചാരിക്കും. അവിടെ നിന്ന് എനിക്ക് ഒന്നും കളക്ട് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി വാർത്തകൾ എന്ന് പറയുന്ന കോളം ഞാൻ ഒഴിച്ചിടേണ്ടി വരും. അവിടേക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റിയ നല്ല മെസ്സേജ് എനിക്ക് കൊടുക്കാനില്ലെങ്കിൽ, അല്ലെങ്കിൽ മറ്റു പത്രങ്ങൾ അവരുടെ ബീറ്റ് കൃത്യമായിട്ട് അവിടെ വരികയും നമ്മളുടെ മാത്രം ആ സ്ഥലത്ത് നിന്ന് ബീറ്റ് റിപ്പോർട്ട് കിട്ടാതിരിക്കുകയും ചെയ്താൽ അത് ആ റിപ്പോർട്ടറുടെ ഉത്തരവാദിത്വക്കുറവാണ്. കാരണം ബാക്കി എല്ലാവർക്കും വാർത്ത കിട്ടി, ഇയാൾക്ക് മാത്രം അവിടെ നിന്ന് വാർത്ത കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ അത് അയാളുടെ മാത്രം പോരായ്മയാണ്. അത് നാളെ പത്രത്തിൻ്റെ ക്രെഡിബിലിറ്റിയെയും അതുപോലെ തന്നെ പത്രത്തിൻ്റെ റെസ്പോൺസിബിലിറ്റിയെയും ബേസ് ചെയ്യുന്ന കാര്യമാണ്. നാളെ പത്രം വായിക്കാൻ ആൾക്കാരെ കിട്ടാതാവും. കാരണം എല്ലാ റിപ്പോർട്ടുകളുള്ള വേറെ പത്രം ഉണ്ടെങ്കിൽ ആൾക്കാർ ഓട്ടോമാറ്റിക്കലി ആ പത്രം വായിക്കാൻ തുടങ്ങും. പിന്നെ നമ്മുടെ പത്രത്തിലേക്ക് ഒരിക്കലും അവർ തിരിച്ചു കൊണ്ടുവരാനായിട്ട് നമുക്ക് പറ്റില്ല. അതുകൊണ്ടാണ് എല്ലാവരും ബീറ്റ് റിപ്പോർട്ടേഴ്സിന് ഇത്ര പ്രാധാന്യം കൊടുക്കുന്നതും ബീറ്റ് റിപ്പോർട്ടിംഗ് കൃത്യമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നതും. One of the primary responsibility of a beat reporter is to cultivate sources and potential sources. Once there is a network of sources, then beat reporter can be almost sure of any development in the subject area.
ബീറ്റ് ക്യാൻ ബി കാറ്റഗറൈസ്ഡ് ഇൻ ടു 4 ടൈപ്സ്. അപ്പോൾ എപ്പോഴും ശ്രദ്ധ ചെലുത്തേണ്ട കാര്യമാണ്, നമ്മൾക്ക് അനുവദിച്ച് തന്നിട്ടുള്ള ബീറ്റ് മേഖലയിൽ നമ്മളുടെ കൃത്യമായിട്ടുള്ളൊരു ഒബ്സർവേഷൻ ഉണ്ടായിരിക്കണം. ഒരു കാരണവശാലും ഒരു ചാൻസസും നമ്മൾ മിസ്സാക്കാനായിട്ട് പാടില്ല. കിട്ടാവുന്ന എല്ലാ ചാൻസസും എടുത്തു വേണം നമ്മളൊരു ബീറ്റ് റിപ്പോർട്ട് അല്ലെങ്കിൽ ബീറ്റ് റിപ്പോർട്ടിന് തയ്യാറാകുന്ന ഒരു ജേർണലിസ്റ്റ് എപ്പോഴും ശ്രദ്ധയോടുകൂടി വേണം കാര്യങ്ങളെ അപ്രോച്ച് ചെയ്യാനായിട്ട്. ഇനി ബീറ്റിനെ തന്നെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഏതൊക്കെയാണ് ആ 4 ബീറ്റുകളെന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ, പ്ലേസ് ബീറ്റ്. Place beat means reporters are assigned to specific places such as police headquarters, university, police station, court, local bodies, etc. നിങ്ങളെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പ്ലേസിലേക്ക്, ഒരു സ്ഥലത്തേക്കാണ് ഉദ്ദേശിച്ചിട്ടുള്ളതെങ്കിൽ അതാണ് നിങ്ങളുടെ പ്ലേസ് ബീറ്റ് എന്ന് കണക്കാക്കപ്പെടുന്നത്. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ബീറ്റ് ഇപ്പോൾ ഒരു പ്ലേസ് അല്ല, തൃശ്ശൂർ ജില്ല എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ജില്ലയുടെ ഈ ഒരു ഭാഗം മാത്രം എന്നർത്ഥമുണ്ടോ, അല്ലെങ്കിൽ ആ ഒരു ഭാഗം മാത്രം എന്നർത്ഥമില്ല. അപ്പോൾ അതൊരു സ്പെസിഫിക് പ്ലേസ് അല്ല. നിങ്ങളെ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള പോയിന്റിലേക്ക് മാത്രം വിട്ടിരിക്കല്ല, അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്കായിട്ട് വിട്ടിരിക്കല്ല. കോടതി എന്ന് പറഞ്ഞാൽ ഓക്കെ, ഒരു കോടതിയുള്ളൂ. അപ്പോൾ ജില്ലാ കോടതിയിലേക്ക് പോയി കോടതിയിലെ ബീറ്റുകൾ എടുത്തിട്ട് നമ്മൾ ഇങ്ങോട്ട് പോരുന്നു, നമുക്ക് കിട്ടേണ്ട റിപ്പോർട്ടുകൾ നമ്മൾ എടുക്കുന്നു, നമ്മൾ തിരിച്ചു പോരുന്നു. അതേസമയം കേരളം ആണോ പ്ലേസ്? അതൊരു പ്ലേസാണ്, പക്ഷേ അതൊരു പെർട്ടിക്കുലർ ഒരു ചെറിയ ജിയോഗ്രഫിക്കൽ ഏരിയ അല്ല. കേരളം എന്ന് പറഞ്ഞാൽ 14 ജില്ല ഉൾപ്പെടുന്ന വലിയൊരു ഏരിയയാണ്. അത് മൊത്തം കവർ ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ പ്ലേസ് ബീറ്റിംഗ് ആണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്കൊരു പർട്ടിക്കുലർ പ്ലേസ് പറഞ്ഞു തരും, അവിടെ പോവുക, അവിടെ നിന്ന് കിട്ടാവുന്ന വാർത്തകൾ മാക്സിമം കളക്ട് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ് പ്ലേസ് ബീറ്റ് കിട്ടുന്നവരുടെ ഉത്തരവാദിത്തത്തിൽ പെടുന്നുള്ളൂ. സെക്കൻഡ് വൺ, സബ്ജക്റ്റ് ബീറ്റാണ്. സബ്ജക്റ്റ് ബീറ്റ് എങ്ങനെയാണെന്ന് പറയാം. കറസ്പോണ്ടൻറ്റ് കവേഴ്സ് സെർട്ടൻ സബ്ജക്റ്റ് സച്ച് ആസ് അഗ്രികൾച്ചർ, ഫുഡ്, പൊളിറ്റിക്സ്, ലേബർ, ലൈഫ് സ്റ്റൈൽ, എഡ്യൂക്കേഷൻ, entertainment, art, science, etc. Large news organization may have reporters whose beat are further subdivided. For example, sports beat can be split into separate sports events such as cricket, football, etc. ഇപ്പോൾ സബ്ജക്റ്റ് ബീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? നിങ്ങൾക്ക് തരുന്നത് ഒരു സ്ഥലമല്ല, ഒരു സബ്ജക്റ്റിനെയാണ് തരുന്നത്. അത് ചിലപ്പോൾ കൃഷി, അപ്പോൾ നിങ്ങൾ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു വാർത്ത കൊണ്ടുവരണം. നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് കൃഷി എന്നൊരു ബീറ്റാണ്, നിങ്ങൾക്ക് സബ്ജക്റ്റ് ബീറ്റാണ് തന്നിരിക്കുന്നത്, പ്ലേസ് അല്ല. അപ്പോൾ നിങ്ങൾക്ക് അത് എവിടെ നിന്ന് വേണമെങ്കിൽ കളക്ട് ചെയ്യാം കേട്ടോ. അത് അങ്ങനൊരു മെച്ചമുണ്ട് സബ്ജക്റ്റ് ബീറ്റിന്. പ്ലേസ് ഒരു വിഷയമല്ല, ജിയോഗ്രഫിക്കൽ ഏരിയ ഒരു വിഷയമല്ല, പക്ഷേ അതിനെ സംബന്ധിച്ചുള്ള വാർത്തയായിരിക്കണം. അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ ഇന്ന പാടത്ത് പുതിയൊരു യൂണിറ്റ് വിത്തിറക്കി, അല്ലെങ്കിൽ കൊയ്ത്ത് നടത്തുന്നു, സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഇന്ന മേഖലയിൽ ഇന്ന് കൊയ്ത്ത് യന്ത്രം കൊണ്ടുവരികയും ഇത്രയും ഹെക്ടർ ഭൂമിയിലെ കൃഷി കൊയ്തെടുക്കുകയും ചെയ്യുന്നു. അല്ലെങ്കിൽ കാർഷിക സർവകലാശാലയിൽ പുതിയ വിത്തിനങ്ങൾ പരീക്ഷിക്കുന്നു, 8 അടി ഉയരത്തിൽ കായ്ക്കുന്ന തെങ്ങ്, മാവ് തുടങ്ങിയിട്ടുള്ള ഫലങ്ങളുടെ മികച്ച ക്വാളിറ്റിയിലുള്ള വിത്തിനങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക വളം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അഗ്രികൾച്ചർ മേഖലയുമായിട്ട് റിലേറ്റ് ചെയ്യാവുന്ന എന്ത് ന്യൂസും നിങ്ങൾക്ക് കൊണ്ടുവരാം. കാരണം നിങ്ങളുടെ ബീറ്റാണ് അഗ്രികൾച്ചർ. ചില വലിയ വലിയ പത്രസ്ഥാപനങ്ങളും വലിയ മാധ്യമങ്ങളും ചിലപ്പോഴൊക്കെ ഈ പറയുന്ന പർട്ടിക്കുലർ ബീറ്റിന് ഇനി സബ് ഡിവൈഡ് ചെയ്യും. ഇപ്പോൾ സ്പോർട്സ് എന്ന് പറഞ്ഞാൽ ഒരു ബീറ്റാണ്. അപ്പോൾ എനിക്ക് സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് വാർത്തയും കൊണ്ടുവരാം. ചാമ്പ്യൻസ് ലീഗിൽ ഇന്ന ടീം ജയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. യുഫെഫ നേഷൻസ് ലീഗിൽ ഇംഗ്ലണ്ടിന് ജയിച്ചു എന്ന് പറയാം. ഇന്ത്യ ഓസ്ട്രേലിയ പര്യടനത്തിലെ 3ാം ഏകദിനത്തിൽ ഇന്ത്യക്ക് വിജയം. ലോക ടെന്നീസ് ചാമ്പ്യൻഷിപ്പിൽ നൊവാക് ജോക്കോവിച്ച് പുറത്തായി. ഇന്ത്യൻ സൂപ്പർ കപ്പിൽ
അല്ല, ഇന്ത്യൻ സൂപ്പർ ലീഗ് ISL കേരള ബ്ലാസ്റ്റേഴ്സിന് ആദ്യ ജയം. മൈക്കിൾ ഷുമാർക്കറിൻ്റെ മകൻ നിക് ഷുമാർക്കർ F1 ഫോർമുല 1 കാർ റേസിംഗിലേക്ക്. വോളിബോൾ ദേശീയ വോളിബോൾ ലീഗിൽ കേരള പുരുഷ വനിതാ ടീമുകൾ സെമി ഫൈനലിൽ പ്രവേശിച്ചു. ഹോക്കി ഡ്യൂറാൻസ് കപ്പിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ട്രോഫിയിൽ ഇന്ത്യ ബെൽജിയത്തോട് പരാജയപ്പെട്ടു. 8 ടൈപ്പ് ന്യൂസാട്ടാ എനിക്കൊരു ബീറ്റ് തന്നതെന്ന് ഞാൻ കണ്ടെത്തിയത്. സബ്ജക്റ്റ് ബീറ്റാണ്, സ്പോർട്സ് എന്നാണ് പറഞ്ഞത്. പക്ഷെ ചില സ്ഥാപനങ്ങൾ എന്ത് ചെയ്യും, അവർക്ക് ഒരുപാട് റിപ്പോർട്ടേഴ്സ് ഉണ്ടെങ്കിൽ എന്നെ ക്രിക്കറ്റിന്, സ്മിയോനെ ഫുട്ബോളിന്, അതുപോലെ തന്നെ കിരണിനെ ബാസ്കറ്റ് ബോളിന്, ജിബിനെ ബാഡ്മിൻ്റന് അല്ലെങ്കിൽ ടെന്നീസിൽ, ഇങ്ങനെ ഓരോന്നിലേക്ക് സബ് ഡിവൈഡ് ചെയ്യും. എന്തിനാ സബ് ഡിവൈഡ് ചെയ്യുന്നത്? അത്രയും ഇഫക്റ്റീവായിട്ട് അവിടെ നിന്ന് വാർത്ത കളക്ട് ചെയ്ത് വരെ ഒരെണ്ണം പോലും, ഒരു ചെറുത് പോലും മിസ്സായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത്രയും ഒരു സ്പെസിഫിക്കിനെ പിന്നെയും സബ് ഡിവൈഡ് ചെയ്ത് പല വിഭാഗങ്ങളാക്കി മാറ്റുന്നു. ഇഷ്യൂ ബീറ്റ് മൂന്നാമത്തേതാണ്. ആസ് ന്യൂസ് മീഡിയ ഹാവ് എക്സ്പാൻഡഡ് ദെയർ കവറേജ് ഫ്രം ഇവൻറ്റ് ടു ഇഷ്യൂസ്, ന്യൂ ഇഷ്യൂ ബേസ്ഡ് beat have emerged. Many newsrooms have issue beat such as migrant laborers, sand mining, human right, illegal mining, inner party conflict, waste disposal management, etc. ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ജനറൽ അസൈൻമെൻറ്റ് റിപ്പോർട്ടിംഗ് പറഞ്ഞില്ലേ, അതിൻ്റെ തന്നെ ഒരു വകഭേദമാണ്. ഒരു പ്രത്യേക ഇഷ്യൂ നടന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ കളിമണ്ണ് ഖനനം, വയൽ നികത്തൽ, പാടം നികത്തി ഷോപ്പിംഗ് മാൾ പണിയാൻ പോവൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അവിടുത്തെ ഒരു പർട്ടിക്കുലർ ഏരിയയിലുള്ള ഏതെങ്കിലും ഒരു ആൾക്കാർ അതിനെ തടസ്സപ്പെടുത്തുകയോ അതിനെതിരായിട്ട് പ്രതിഷേധിക്കുകയോ സമരം ചെയ്യുകയോ ഒക്കെ ചെയ്താൽ അതൊരു ഇഷ്യൂ ആണ്. പിന്നെ അവിടെ പോലീസ് വരികയും ഒരു ചെറിയ ബലപ്രയോഗം നടത്തി സമരക്കാരെ മാറ്റി നിർത്തുകയും, അല്ലെങ്കിൽ ഏത് കമ്പനിയാണോ ഏത് ഗ്രൂപ്പാണോ ഇവിടെ കൂടുതലായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പോകുന്നത് അവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ പോലീസ് നിന്നു, അല്ലെങ്കിൽ ടോൾ പ്ലാസയിൽ സമരം, ഇതൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നതാണ്. ഒരു ടോൾ പ്ലാസയിൽ സമരം അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധം അക്രമാസക്തമായി എന്ന് പറയുമ്പോൾ അത് ഇഷ്യൂ ബീറ്റാണ്. ഉടനെ ആ ഇഷ്യൂവിനെ ബേസ് ചെയ്ത് നടക്കുന്ന കാര്യങ്ങൾ കവർ ചെയ്യാനാണ് റിപ്പോർട്ടർ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ അതൊരു എക്സ്ക്ലൂസീവ് എന്നുള്ളതിൻ്റെ ഒരു വകഭേദമാണ്. ജനറൽ അസൈൻമെൻറ്റിൻ്റെ പോലെ തന്നെ കണക്കാക്കാം. പക്ഷെ ബീറ്റായിട്ട് റിപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോൾ ആ ഒരു സ്പെസിഫിക് ഏരിയയിലേക്ക്, ആ ഒരു സ്പെസിഫിക് ഇവൻറ്റിലേക്ക് എത്തി പോകുമ്പോൾ അതിനെ ഇഷ്യൂ ബീറ്റായിട്ട് കണക്കാക്കാം. ഫോർത്ത് വൺ എന്ന് പറയുന്നത് എക്സ്പെരിമെൻ്റൽ ബീറ്റ്സ് ആണ്. മീഡിയ ഓർഗനൈസേഷൻസ് ഈഗർ ടു ഹുക്ക് യങ്ങർ റീഡേഴ്സ് സെറ്റപ്പ് ബീറ്റ്സ് ടു എക്സ്പ്ലോർ ലൈഫ് സ്റ്റൈൽ ട്രെൻഡ്, ഫാഷൻ, എൻ്റർടൈൻമെൻറ്റ്, എക്സെട്ര. സിമിലർലി there are also specialists to cover senior citizen, celebrity, health, etc. ചില ആൾക്കാരെ ചില മേഖലകൾ മാത്രം കൈകാര്യം ചെയ്യാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കും. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് താറിൻ്റെ പുതിയൊരു വണ്ടി, മഹീന്ദ്ര താറിൻ്റെ പുതിയൊരു മോഡൽ, ലേറ്റസ്റ്റ് മോഡൽ ഇറക്കിയിട്ടുണ്ട്. ബാക്കിലേക്ക് കവറപ്പ് ചെയ്തിട്ടുള്ള, അത് മെറ്റാലിക് കവറപ്പോട് കൂടിയിട്ടുള്ള പുതിയൊരു മോഡൽ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു സ്റ്റോറി ചെയ്യാനായിട്ട്, അതാണ് എക്സ്പെരിമെൻ്റൽ ബീറ്റ് എന്ന് പറയുന്നത്. കാരണം ട്രെൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഫാഷനായിട്ട് വരുന്ന കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ഒരു ലേറ്റസ്റ്റ് മൊബൈൽ ഫോൺ, ഇപ്പോൾ ഉദാഹരണത്തിന് ആപ്പിൾ 12 മോഡൽ ഇറക്കുകയാണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ട് റിപ്പോർട്ട് തയ്യാറാക്കാൻ ഒരു ജേർണലിസ്റ്റിനെ തയ്യാറാക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ കാര്യങ്ങൾ അറിയാനും വായിക്കാനും ആൾക്കാർക്ക് താല്പര്യം ഉണ്ടാവും. എന്തൊക്കെയാണ് പുതിയ ഫീച്ചേഴ്സ്, എന്തൊക്കെയാണ് പഴയതിൽ നിന്നുള്ള മാറ്റങ്ങൾ, എത്രയാണ് പ്രൈസ് വരുന്നത്, എപ്പോൾ തൊട്ട് പ്രോഡക്റ്റ് അവൈലബിൾ ആയി തുടങ്ങും, ബുക്കിങ്ങിന് വെയിറ്റ് ചെയ്യണം, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറയാൻ വേണ്ടി അവരെയാണ് എക്സ്പെരിമെൻ്റൽ ബീറ്റ്സ് എന്ന് പറയുന്നത്. അവർക്ക് ആ സമയത്ത് ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റ് കൊടുക്കും. സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ബീറ്റ് എന്ന് അതിനെ വിളിക്കാൻ പറ്റില്ല. കാരണം അവർ ആ ഒരു സമയത്ത് ഉണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റിനെ മുതലെടുക്കാൻ വേണ്ടിയിട്ട് എഴുതുന്നവരാണ്. ഫോൺ ഇറങ്ങി 10 മാസം കഴിഞ്ഞിട്ട് ഈ എക്സ്പെരിമെൻ്റൽ ബീറ്റ് എഴുതിയിട്ട് കാര്യമില്ല, അയാളത് ചെയ്തിട്ടും കാര്യമില്ല. ഫോൺ ഇറങ്ങുന്നതിന് മുൻപോ ഇറങ്ങിയ അപ്പം തന്നെയോ
അത്തരത്തിലുള്ള ബീറ്റുകൾ വരണം, അതിൽ നിന്നുള്ള വാർത്തകൾ വരണം. എങ്കിൽ മാത്രമേ പ്രേക്ഷകൻ അത് വായിക്കാനും അത് ഉൾക്കൊള്ളാനൊക്കെ താല്പര്യം ഉണ്ടാവുള്ളൂ. തേർഡ് വൺ സ്പെഷ്യാലിറ്റി റിപ്പോർട്ടിംഗ് ആണ്. നമ്മൾ പറഞ്ഞ മൂന്നാമത്തെ റിപ്പോർട്ടിംഗ് രീതി. എന്താണ് സ്പെഷ്യാലിറ്റി റിപ്പോർട്ടിംഗ് എന്ന് നോക്കാം. സ്പെഷ്യാലിറ്റി റിപ്പോർട്ടേഴ്സ് കവർ ബ്രേക്കിംഗ് ന്യൂസ് ആൻഡ് ഫീച്ചർ in more specialized areas than the beat reporters such as environment, cultural programs, information technology, law, foreign affairs, education, medicine. ഓൾറെഡി ബീറ്റ് റിപ്പോർട്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്പെസിഫിക് ജിയോഗ്രഫിക്കൽ ഏരിയയിലുള്ള ബ്രേക്കിംഗ് ആൻഡ് ഫീച്ചർ സ്റ്റോറീസ് ചെയ്യാനാണ് ഏൽപ്പിച്ചു കൊടുക്കുന്നത്. സ്പെഷ്യാലിറ്റി റിപ്പോർട്ടിംഗ് എന്ന് പറയുമ്പോഴും ഏകദേശം അങ്ങനെ തന്നെയാണ് പറയുന്നത്. പക്ഷേ വ്യത്യാസം, അവരൊരു സ്പെഷ്യലൈസ്ഡ് ഏരിയ മൊത്തം എടുത്തിരിക്കുകയായിരിക്കും. ജിയോഗ്രഫിക്കൽ ഏരിയ അല്ല, ഒരു പർട്ടിക്കുലർ ഡിവിഷൻ തന്നെ അവരുടെ കയ്യിലായിരിക്കും. ഇപ്പോൾ എഡ്യൂക്കേഷണൽ ഫീൽഡിൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി NPC നടപ്പിലാക്കാൻ പോവുകയാണ് കേന്ദ്ര ഗവൺമെൻറ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്ന ആളെയാണ് സ്പെഷ്യാലിറ്റി റിപ്പോർട്ടിംഗ് എന്ന് പറയും. GST കൊമേഴ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് നടപ്പിലാക്കാൻ തീരുമാനിക്കുന്നു. എങ്ങനെ നടപ്പിലാക്കുന്നു, ഏതൊക്കെ പ്രോഡക്റ്റിന് എത്ര ശതമാനം GST ആണ് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് മേടിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്, അത് ഏതൊക്കെ മേഖലയിൽ വിലക്കയറ്റം ഉണ്ടാക്കും, ഏതൊക്കെ മേഖലയിൽ വില കുറയ്ക്കും, അതെങ്ങനെയാണ് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നത്, എങ്ങനെയാണത് ഹോൾസെയിലേഴ്സിന് റീറ്റെയിലേഴ്സിന് എങ്ങനെയൊക്കെ ബാധിക്കുന്നു, സമസ്ത മേഖലകളെയും ഒന്ന് ടച്ച് ചെയ്ത് പോകുന്ന രീതിയാണ് സ്പെഷ്യാലിറ്റി റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. അവരൊരു ആസ് എ ഹോൾ എന്നുള്ള രീതിയിലാണ് അവർ അതിനെ ഏറ്റെടുക്കുക വിഷയത്തെ. മറ്റൊരിപ്പോൾ ഒരു കോടതിയിൽ പോയാൽ ആ ഒരു കോടതിയിൽ നടക്കുന്നത് മാത്രം. എന്നാൽ സ്പെഷ്യാലിറ്റി റിപ്പോർട്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പർട്ടിക്കുലർ പ്ലേസ് അല്ല, അവരൊരു ജിയോഗ്രഫിക്കൽ ഏരിയ അല്ല, അവരൊരു സബ്ജക്റ്റിൻ്റെ ഓവറോൾ വ്യൂ ആണ് എടുക്കുന്നത്. അവിടെ വരുന്ന മാറ്റങ്ങൾ, ഇപ്പോൾ ആഗോളതാപനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു G8 ഉച്ചകോടി നടക്കുകയാണെങ്കിൽ അതിനെ കവർ ചെയ്യേണ്ടതും ഈ സ്പെഷ്യാലിറ്റി റിപ്പോർട്ടിങ്ങിൻ്റെ ഉത്തരവാദിത്വമാണ്. അവരാ മീറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് നടന്ന തീരുമാനങ്ങൾ, പുതിയ ആശയങ്ങൾ, അവിടെ ഉരുത്തിരിഞ്ഞു വന്ന ചർച്ചയിലുണ്ടായ പുതിയ കണ്ടെത്തലുകൾ, ഇതൊക്കെ പിറ്റത്തെ ദിവസം റിപ്പോർട്ട് ചെയ്യണം. കാരണം അവരുടെ വിഷയം എൻവിറോൺമെൻറ്റ് എന്ന് പറയുന്നതാണ് അവരുടെ സ്പെഷ്യാലിറ്റി റിപ്പോർട്ടിങ്ങിന് കൊടുത്തിട്ടുള്ള സബ്ജക്റ്റ്. അല്ലാതെ ആ ഒരു സ്ഥലം മാത്രമല്ല. സ്പെഷ്യലിസ്റ്റ് റിപ്പോർട്ടേഴ്സ് ജനറലി do not cover sport news, but they have to analyze the root of problems, the reason behind the news, the possible solution, and the future prospects of the news and event and development. അതാണ് ഞാൻ പറഞ്ഞത്. അവരൊരു പർട്ടിക്കുലർ ഏരിയയിലേക്ക് പോകില്ല. ഇപ്പം NPC നടപ്പിലാക്കാൻ പോകുന്നു, NEP നടപ്പിലാക്കാൻ പോകുന്നു, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നടപ്പിലാക്കാൻ പോകുന്നു. ഇത് നടപ്പിലാക്കാൻ പോകുമ്പോൾ ഇത് ഇന്ത്യ മൊത്തം നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. അപ്പോൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്തേക്ക് ഓടിപ്പോയിട്ട് കാര്യമുണ്ടോ? അപ്പോൾ ഈ സ്പെഷ്യാലിറ്റി റിപ്പോർട്ടർ എന്ത് ചെയ്യും? എന്തൊക്കെയാണ് NEPയിൽ പറഞ്ഞിട്ടുള്ളതെന്ന് ആദ്യം മനസ്സിലാക്കും. അത് ഏതൊക്കെ സംസ്ഥാനങ്ങൾ എങ്ങനെയൊക്കെ ബാധിക്കുന്നത് തിരിച്ചറിയും. അത് സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അനലൈസ് ചെയ്യും. പാരൻസിന് അതെങ്ങനെയാണ് ഗുണപ്രദമാവുന്നതെന്ന് അനലൈസ് ചെയ്യും. മൊത്തം ഇന്ത്യയുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് അതെങ്ങനെ ഡെവലപ്പ് ചെയ്യും, അല്ലെങ്കിൽ ഡീമെറിറ്റ് ആണോ എന്നുള്ളത് അനലൈസ് ചെയ്യും. എന്തൊക്കെ സാധ്യതകൾ ഇനി ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്കിനി കിട്ടാനുണ്ട്, അല്ലെങ്കിൽ കിട്ടാതെ പോകാൻ സാധ്യതയുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനും സ്പെഷ്യാലിറ്റി റിപ്പോർട്ടർ അനലൈസ് ചെയ്ത് ഓവറോൾ വ്യൂ ആണ് കൊണ്ടുവരേണ്ടത്. ഒന്നിലേക്ക് മാത്രമായിട്ട് ചുരുങ്ങി, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഏരിയയിലേക്ക് മാത്രമായിട്ട് സ്പെഷ്യാലിറ്റി റിപ്പോർട്ടിംഗ് ചുരുങ്ങി പോകാനായിട്ട് പാടില്ല. അയാൾ ഒരു സ്പോട്ടിലും പോകേണ്ട കാര്യമില്ല. അയാളുടെ അറിവും അയാളുടെ കഴിവും ഉപയോഗിച്ചിട്ടാണ് സ്പെഷ്യാലിറ്റി റിപ്പോർട്ടുകൾ തയ്യാറാക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഇഫ് ദർ ഈസ് എ വൈഡ് സ്പ്രെഡ് ഡിസ്ട്രക്ഷൻ ഓഫ് mangrove forest in an area, the environmental reporter at first will write a sport news. Later he or she would study the problem in depth to find out motives behind the destruction and possible long-term impact on the community. ഒരു സ്ഥലത്ത് ഫോറസ്റ്റ് ഡീഫോറസ്റ്റൈസേഷൻ നടക്കുന്നുണ്ടെങ്കിൽ അതെന്തുകൊണ്ട് നടക്കുന്നു, എന്താണ് അതിന് അവരെ പ്രേരിപ്പിക്കുന്ന ഘടകം, ഇതിന് തടഞ്ഞു നിർത്താൻ എന്ത് ചെയ്യണം, ഇതിങ്ങനെ തുടർന്നു പോയാൽ എന്തൊക്കെ ഇമ്പാക്റ്റുകൾ സമൂഹത്തിലും
സൊസൈറ്റിയിലും എൻവിറോൺമെൻറ്റിലും രൂപീകൃതമാകും എന്നുള്ളത് ഉൾപ്പെടെയും അതിനെ എങ്ങനെ തടഞ്ഞു നിർത്തി സന്തുലിതമായിട്ടുള്ള ഒരു കാലാവസ്ഥയിലേക്കും അവസ്ഥയിലേക്കും ഇതിനെ കൊണ്ടുവരാം, എന്താണ് ഇതിന് തടയാനായിട്ടുള്ള പോസിബിൾ മാർഗങ്ങൾ ഏതൊക്കെ എന്നുള്ളത് കൂടി കണ്ടെത്തുമ്പോഴാണ് ഒരു സ്പെഷ്യാലിറ്റി റിപ്പോർട്ടറുടെ ഉത്തരവാദിത്വം പൂർത്തിയാവുന്നത്. സ്പെഷ്യാലിറ്റി റിപ്പോർട്ടേഴ്സ് ഗെറ്റ് ഒപ്പീനിയൻ ഫ്രം എക്സ്പേർട്സ് ഇൻ ദി സ്പെഷ്യലൈസ്ഡ് ഏരിയ. ഇപ്പോൾ മെഡിസിനൽ മേഖലയിൽ, ഇപ്പോൾ പ്രത്യേകിച്ചും കൊറോണയ്ക്കെതിരെ വാക്സിൻ കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ ഈ വാക്സിൻ കണ്ടെത്തി കഴിഞ്ഞ് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്പെഷ്യാലിറ്റി റിപ്പോർട്ടറെ സംബന്ധിച്ചിടത്തോളം മെഡിസിൻ അയാളുടെ മേഖലയാണെങ്കിൽ അയാൾ അതിനെക്കുറിച്ചിട്ട് എഴുതേണ്ടി വരും. അപ്പോൾ ഒരു മെഡിസിൻ എങ്ങനെ റിയാക്ട് ചെയ്യും, അത് എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്നൊക്കെ ഒരു പക്ഷേ ഒരു ജേർണലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായിട്ടും വിവരം ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ അയാൾ എന്ത് ചെയ്യും, 1-2 ഡോക്ടേഴ്സിനെ പോയി കൺസൾട്ട് ചെയ്ത് എന്തൊക്കെയാണ് സാർ ഈ വാക്സിൻ്റെ സാധ്യതകൾ, എങ്ങനെ നമുക്ക് ഈ വാക്സിൻ സൗകര്യപ്രദമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാം, എത്ര രൂപയിൽ കോസ്റ്റിൽ നമുക്കിതിനെ തടഞ്ഞു നിർത്താനായിട്ട്, അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ ഒരു മിനിമം എമൗണ്ടിലേക്ക് കുറച്ച് കൊണ്ടുവരണമല്ലോ, അപ്പോൾ അതിന് നമുക്ക് എന്തൊക്കെ പോസിബിലിറ്റീസ് ഉപയോഗപ്പെടുത്താം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അറിവുള്ള എക്സ്പേർട്സിൽ നിന്ന് വേണമെങ്കിൽ കണ്ടെത്തിയിട്ടും ഇയാൾക്ക് ഇയാളുടെ റിപ്പോർട്ടിലേക്ക് ആഡ് ചെയ്യാം. ദ റിപ്പോർട്ടർ ഷുഡ് ഓൾസോ ബി an expert and skilled writer who can communicate ideas to ordinary readers. ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വലിയ ഡോക്ടേഴ്സായിട്ടോ എൻജിനീയേഴ്സായിട്ടോ ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ സയൻറ്റിസ്റ്റുകളായിട്ടായിരിക്കും. അവർ പറയുന്ന രീതിയിൽ തന്നെ ആ ടെക്നോളജിക്കൽ അല്ലെങ്കിൽ ടെക്നിക്കൽ വേർഡ്സ് തന്നെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ സാധാരണ വായനക്കാരന് ഇതൊക്കെ ദഹിക്കണം, മനസ്സിലായിക്കൊള്ളണം എന്ന് നിർബന്ധമില്ല. അപ്പോൾ അവർക്കും കൂടി ഉൾക്കൊള്ളാവുന്ന രീതിയിലേക്ക് അതിനെ മാറ്റി മനസ്സിലാകുന്ന രീതിയിലേക്ക് എഴുതാൻ കഴിയുന്ന സ്കില്ലുള്ള റൈറ്റർ ആയിരിക്കണം എപ്പോഴും സ്പെഷ്യാലിറ്റി റിപ്പോർട്ടർ എന്ന് പറയുന്നത്. അയാൾ എത്ര ഉയരങ്ങളിലേക്കുള്ള ടെക്നോളജിക്കൽ ടേം ഉപയോഗിച്ചാൽ മനസ്സിലാക്കാനും എത്രയും സിംപിളൈസ് ചെയ്ത് അതിനെ പ്രേക്ഷകന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് എഴുതാൻ കഴിയുന്ന ആളുമായിരിക്കണം. എത്ര ഹൈറ്റ്സിലേക്ക് ഉയരാനും കഴിയണം, എത്ര ലെവലിലേക്ക് താഴാനും അദ്ദേഹത്തിന് കഴിയണം. അതും വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് കഴിയണം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. മോസ്റ്റ് ഓഫ് ദി ബിഗ് ന്യൂസ് പേപ്പേഴ്സ് ഇൻക്ലൂഡിങ് ലാംഗ്വേജ് ന്യൂസ് പേപ്പർ മെയിൻറ്റെയിൻ എ ടീം ഓഫ് സ്പെഷ്യലിസ്റ്റ് ഇൻ ദി ന്യൂസ് ടീം. എപ്പോഴും വലിയ വലിയ ന്യൂസ് മീഡിയാസും ചില സമയങ്ങളിൽ ചില ലാംഗ്വേജ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള, ഇപ്പോൾ മലയാള മനോരമ പോലെയുള്ള പത്രങ്ങൾ പോലും സ്പെഷ്യാലിറ്റി റിപ്പോർട്ടിങ്ങിന് വേണ്ടി ഒരു ടീമിനെ, ഒരു വിങ്ങിനെ തന്നെ അവരുടെ പത്രത്തിൽ എന്നും നിലനിർത്തി കൊണ്ടുപോകുന്നുണ്ടായിരിക്കും. കാരണം ആ നിലനിർത്തി കൊണ്ടുപോകുന്ന വിങ്ങാണ് അവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ സ്പെഷ്യാലിറ്റി ന്യൂസുകൾ ഉണ്ടാകുമ്പോൾ ഏറ്റവും വേഗത്തിൽ അത് ഇവർക്ക് എത്തിച്ചു കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് എപ്പോഴും ആ ടീമിനെ നിലനിർത്തുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്ന മേഖലയാണ് കൈകാര്യം ചെയ്തത്. റിപ്പോർട്ടിങ്ങിന് എങ്ങനെ, അല്ലെങ്കിൽ റിപ്പോർട്ടുകൾ എങ്ങനെ പത്രത്തിലേക്ക് എത്തുന്നു എന്നുള്ളതിന് നമ്മൾ 3 ഡിവിഷനായിട്ട് തിരിച്ചു. 1 ജനറൽ അസൈൻമെൻറ്റ് റിപ്പോർട്ടിംഗ്, 2 ബീറ്റ് റിപ്പോർട്ടിംഗ്, 3rd വൺ സ്പെഷ്യാലിറ്റി റിപ്പോർട്ടിംഗ്. ജനറൽ അസൈൻമെൻറ്റ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഒരു വിഷയം നടന്നു കഴിഞ്ഞാൽ ആ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യാനോ ആ ഒരു വിഷയത്തെ സംബന്ധിച്ച് കൂടുതലായിട്ടുള്ള വിവരങ്ങൾ കണ്ടെത്തി അത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാനോ വേണ്ടി റിപ്പോർട്ടർ നടപ്പിലാക്കുന്ന രീതിയാണ് ജനറൽ അസൈൻമെൻറ്റ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. 2nd വൺ ബീറ്റ് റിപ്പോർട്ടിംഗ് ആണ്. ബീറ്റ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ജിയോഗ്രഫിക്കൽ ഏരിയയിൽ സംഭവിക്കാൻ സാധ്യതയുള്ള വിഷയങ്ങളെ മനസ്സിലാക്കി അതിനെ റിപ്പോർട്ടാക്കി മാറ്റുന്ന രീതിയാണ് ബീറ്റ് റിപ്പോർട്ടിംഗ്. ബീറ്റ് റിപ്പോർട്ടിങ്ങിൽ 4 സബ് ഡിവിഷൻ നമ്മൾ പറഞ്ഞു. പ്ലേസ് റിപ്പോർട്ടിംഗ് ബീറ്റ് ഉണ്ട്, സബ്ജക്റ്റ് ബീറ്റ് ഉണ്ട്, എക്സ്പെരിമെൻ്റൽ ബീറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ചില സമയങ്ങളിൽ ബീറ്റിൽ ഇഷ്യൂ ബീറ്റ് എന്ന് പറയുന്ന ഒരു വിഭാഗവും നമ്മൾ കണ്ടുകഴിഞ്ഞു. 3ാമതായിട്ട് നമ്മൾ ചർച്ച ചെയ്തത് സ്പെഷ്യാലിറ്റി റിപ്പോർട്ടിംഗ് ആണ്. സ്പെഷ്യാലിറ്റി റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നതിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സ്പെസിഫിക് വിഷയത്തെ കൈകാര്യം ചെയ്യുക, അതിൻ്റെ ഓവറോൾ വ്യൂ എടുത്ത് അതിന് വേണ്ടിയിട്ട് റിപ്പോർട്ടുകൾ തയ്യാറാക്കി സബ്മിറ്റ് ചെയ്യുന്ന ആളാണ് സ്പെഷ്യാലിറ്റി റിപ്പോർട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക, ഒപ്പം തന്നെ നല്ല രീതിയിൽ പഠിക്കുക, നിങ്ങളുടെ നോട്ടുകൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.